50 വനിതകളെ സ്വയം പര്യാപ്തതയിലേക്ക് കൈപിടിച്ചുയർത്തി റോട്ടറി ക്ലബ്ബ് തിരുവനന്തപുരം റെസിഡൻസി. സുരക്ഷിത പദ്ധതിയുടെ ഭാഗമായി സബ്സിഡി നിരക്കിൽ 50 വനിതകൾക്കാണ് CNG ഓട്ടോറിക്ഷകൾ നൽകിയത്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങ് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. 50 സ്ത്രീകൾക്ക് സ്വന്തമായൊരു വരുമാനമാർഗം കണ്ടെത്തി നൽകി അവരെ സ്വയം പര്യാപ്തരാക്കുകയാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് ട്രിവാൻഡ്രം റെസിഡൻസി. സുരക്ഷിത എന്നു പേരിട്ട പദ്ധതിയുടെ ഭാഗമായി 50 ഓട്ടോകളാണ് 50 വനിതകൾക്കായി നൽകിയത്. ഈ വർഷത്തെ ഞങ്ങളുടെ ദൗത്യം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രോജക്ട്സ് ആണ്. ഈ വർഷം തന്നെ 100-ലധികം ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. 50ഓളം അംഗൻവാടികൾ സ്മാർട്ട് ആക്കിയിട്ടുണ്ട്. 200 ബൈസിക്കിൾസ് ഞങ്ങൾ വിതരണം ചെയ്തു. 70,000 രൂപ വീതം ഓരോ ഓട്ടോയ്ക്കും റോട്ടറി ക്ലബ്ബ് നൽകും. ബാക്കി തുക അടയ്ക്കുന്നതിന് വേണ്ടുന്ന ലോണും ഏർപ്പാടാക്കി നൽകും. നിശ്ചിത സമയം കൊണ്ട് അത് അടച്ചു തീർത്താൽ മതിയാകും. ഈ പദ്ധതി സമൂഹത്തിനൊരു മാതൃകയാണെന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞു. സ്ത്രീയെ സ്വതന്ത്രയാക്കുന്ന ഈ പ്രവർത്തനം, സ്ത്രീകൾക്ക് അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായി നൽകുന്ന ഈ പ്രവർത്തനം, അതുതന്നെയാണ് ശ്രീ VD സതീശൻ ഗവൺമെന്റിന്റെയും ലക്ഷ്യം. ജീവിതത്തിന് പുതുനിറവും ആത്മവിശ്വാസവും പകർന്നു നൽകാൻ കെൽപ്പുള്ള കാക്കിക്കുപ്പായമണിഞ്ഞെത്തിയ 50 വനിതകളും തങ്ങൾക്കായുള്ള പുതിയ CNG ഓട്ടോയുടെ താക്കോൽ ഗതാഗത മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. റോട്ടറി ക്ലബിന്റെ ഭാരവാഹികളും താക്കോൽ ഏറ്റുവാങ്ങിയ വനിതകളുടെ കുടുംബങ്ങളും ഈ ചടങ്ങിൽ പങ്കാളികളായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.